ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒന്നും ഇല്ലാത്തവരും നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കൃഷിയല്ല, നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്, സമ്മർ ആയതുകൊണ്ട് ഭയങ്കര സൺലൈറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇതിലൊരു കാര്യം പറയാനുണ്ടെന്ന്, അരമണിക്കൂറായിട്ട് ഞാനിവിടെ എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. അതെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൈ ഡയറക്റ്റ് പോയി മേടിച്ചുള്ള ഒരു മരമാണിത്. ബാക്കിയെല്ലാം നമ്മൾ നട്ടതാണ്. ആക്ച്വലി അറിയാം, എന്റെ പണ്ടത്തെ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഉണ്ട്, ലൈക് വർഷങ്ങൾക്ക് മുമ്പ് വ്ളോഗിങ് ഒരു വ്ളോഗ് അല്ലാത്ത കാലത്ത് വ്ളോഗ് ബേബീസ്. അപ്പോൾ നമ്മൾ ഈ പുല്ല് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു മെഡിസിനൽ ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് ഈസോഫേഗസ് എന്നാണ് ഇതിനെ പറയുന്നത്. അയ്യോ ഓക്കെ. ഓൾസോ എനിക്ക് ചുമച്ച് റിബിനൊരു പ്രശ്നം വന്നു തുടങ്ങി. ഇല്ല, ഈ റിബിനായിരുന്നു ആദ്യം പ്രശ്നം. ഇപ്പൊ ചുമച്ച് വെച്ചിട്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി. ഇതിന്റെ എല്ലാ രീതിയിലും മുള്ളുണ്ട്, തൊടാൻ പാടില്ല. അത് കാണിച്ചു കൊടുക്ക് ഓഡിയൻസിന് ക്ലോസ് അപ്പ് ആയിട്ട്. ഇത് യൂറോപ്പിൽ മാത്രം ഒരു പ്രത്യേകത. നമ്മൾ അധികം ബഹളെടുത്ത് ലാസ്റ്റ് അവിടുത്തെ നമ്മളെ അവിടുത്തെ ഈ വീട് എന്ന് പറഞ്ഞാൽ അവര് ഈ എടുത്ത് വൃത്തിയാക്കിയതാണ് കേട്ടോ. ആദ്യം നമ്മുടെ പോലെ തന്നെ ആയിരുന്നു. എന്താ ചെയ്യണേ? കാർഷികനല്ലേ, കളവറക്ക് കർഷകൻ. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊറേ ബിഫോർ ആഫ്റ്റർ അതുപോലെ ആവും. ഇതാ വീട്ടിൽ താൻറ്റിയുടെ പോലെ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഈ ഭാഗം മൊത്തം ഞാൻ ക്ലിയർ ചെയ്തു അത്യാവശ്യം. അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കറക്റ്റ് ഷോട്ട്. ബട്ട് ഇതാണ് അവരുടെ വീട്, കണ്ടോ, ഫുള്ളൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ലൈക്ക് എല്ലാ വീടും ആദ്യം ഇങ്ങനത്തെ ഒരു ലോക്കൽ വീടായിരിക്കും ആദ്യം. പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എന്താ ഫുള്ള് ഇങ്ങനെ ലോണൊക്കെ പിടിപ്പിച്ച്, പിന്നെ ഈ പുല്ലിന് ഇത് ക്ലീൻ ചെയ്യുന്ന സെപ്പറേറ്റ് മറ്റേ മെഷീനില്ല, അതൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്കിവിടെ പാറ്റിയോ ഒക്കെ സെറ്റ് ചെയ്യാം. ബട്ട് നമ്മൾക്കൊണ്ടായിരുന്നു പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. ഞങ്ങൾ വർക്കിംഗ് വുമൻ ആവേ. യെസ്, വർക്കിംഗ് വിമൻ ആണ് ചെയ്യേണ്ടത്. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ സ്റ്റാമ്പ് 2 പിള്ളേരാണല്ലോ. സോ വി ആർ നോട്ട് വർക്കിംഗ്. പിന്നെ എനിക്ക് എപ്പോഴും ഈ വീട്ടിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഒരു സ്പൂക്കി ഫീൽ ചെയ്തത് ഈ സാധനം. ഇതിനെന്താ നമ്മൾ പറയാ, മോട്ടർ ഷെഡാ, ബാക്ക്യാർഡ്, ഔട്ട് ഹൗസ് ഒന്നല്ല, സ്റ്റോർ, കുറെ സാധനങ്ങൾ, സിമെന്റും പുട്ടിയൊക്കെയാണ് അതിൻ്റെ അകത്ത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയോ ഫീൽ ചെയ്ത്, ഇപ്പം നിങ്ങൾ ആരെങ്കിലും മറ്റേ റിവർഡേൽ സീരീസ് ഉണ്ടെന്ന് പറയാം. റിവർഡേൽ അല്ലേ, ഇങ്ങനെ കുറേ മറ്റേ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ത്രില്ലർ സീരീസിലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് ഒരാളെ കൊന്നിടും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കുറെ നാളായിട്ട് അതിനകത്ത് തുറന്നു നോക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ട്. എനിക്ക് ഭയങ്കര പേടി, പക്ഷെ ചെന്ന് നോക്കാനും പേടിയായിരുന്നു. പക്ഷെ ഇന്നാൾ ഇറ്റ് വാസ് സോ ബ്രൈറ്റ്. ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ അവിടേക്ക് വ്യൂ ഉണ്ട്. അപ്പം ഞാൻ ക്ലിയർ കട്ടായിട്ട് കണ്ടു. അതിൻ്റെ അകത്ത് കുറെ പുട്ടിയുടെ ചാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കി വല്ല പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ഒരു സോംബി പോലത്തെ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. ബട്ട് പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ട്, പുല്ലുണ്ടായിരുന്നില്ല. പിന്നെ സ്പ്രിങ് ടൈമിൽ ഫുള്ള് പൂക്കളുണ്ടായിരുന്നു ഇവിടെ, മഞ്ഞപ്പൂക്കൾ. പക്ഷെ ഇപ്പം സ്പ്രിങ് കഴിഞ്ഞ് നമ്മൾ സമ്മറിലേക്ക് ആവണം, കാരണം ആ ഇതുകളും കഴിഞ്ഞു പോയി. ആണോ കെനിവേസ്. പിന്നെ ഇന്നത്തെ വീട്ടിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഡേ ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഒന്നുള്ള ഒരു യൂട്യൂബ് ചാനലല്ല. അതെ, എൻ്റെ അച്ഛനമ്മ, ഇവളുടെ അച്ഛനമ്മ, ചേട്ടൻ, അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം. പിന്നെയുള്ള ആൾക്കാരൊക്കെ അതിനെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോയിൽ ഒരു ഭയങ്കര ഹെയ്റ്റ് കമന്റ് ഒക്കെ വന്നിട്ട് ഗോ ബാക്ക് ടു ഇന്ത്യ. എനിവേസ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ അതൊക്കെ നേരത്തെ പരിപാടി. പിന്നെ ഞങ്ങൾ രാവിലെ പാലപ്പം ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കി. പാലപ്പം വാസ് ഇറ്റ് വാസ് ലൈക്ക് ഫൈൻ. പക്ഷെ ഞങ്ങൾ ഈസ്റ്റൊക്കെ പക്ഷെ ഈസ്റ്റൊക്കെ ഇട്ട് എൻ്റെ പുളിച്ചു പൊന്തലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഉച്ചയ്ക്ക് നമ്മൾ മിക്കവാറും ഫുഡ് ഉണ്ടാക്കാൻ മടിയാണ്. എനിക്കറിയില്ല, മേ ബി എനിക്കൊരു മൂഡുണ്ടെങ്കിൽ ചിലപ്പോൾ ഗീ റൈസൊക്കെ വരും കേട്ടോ, പറയാൻ പറ്റില്ല. അല്ല, മൂഡുണ്ടെങ്കിൽ. എനിവേസ് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ, കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ബൈ. ഇങ്ങനത്തെ വീഡിയോസേ ഇനി ഇടുള്ളൂ. നോ കണ്ടന്റ്, നത്തിങ്. ബൈ.